Welcome to SJTutorialsLive. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സംഭവം എന്ന് പറയുന്നത് സിമ്പിൾസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ ആൽഫബറ്റ് പറഞ്ഞു, സ്ട്രിങ്സ് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാംഗ്വേജ് എന്താണെന്നുള്ളതാണ്. ഈ ലാംഗ്വേജ് എന്താണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ലാംഗ്വേജ് പറയുന്നതിന് മുമ്പ് 2-3 കൺസെപ്റ്റുകൾ പറയാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ലാംഗ്വേജ് എന്നുള്ളതിലേക്ക് കടക്കും. ലാംഗ്വേജ് എന്നുള്ളതാണ് മെയിനായിട്ട് കോർ കൺസെപ്റ്റിൽ നിങ്ങളുടെ യൂണിറ്റിൽ ഫസ്റ്റായിട്ട് വരുന്നത്. ആ ഒരു കൺസെപ്റ്റ് അറിയണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സംഗതികളും അറിഞ്ഞാൽ മാത്രമേ അതിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പവർ ഓഫ് ആൻ ആൽഫബറ്റ് ആണ്. പവർ ഓഫ് ആൻ ആൽഫബറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പവർ സെറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. പവർ സെറ്റ് ഏകദേശം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പവർ ഓഫ് ആൻ ആൽഫബറ്റിൽ വരുന്നത്. ആൽഫബറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ 0, 1 ആൽഫബറ്റിന് ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താണ്? സിഗ്മ. ആൽഫബറ്റിന് ഉപയോഗിക്കുന്ന സിമ്പിൾ സിഗ്മ. സിഗ്മ ഈക്വൽ ടു 0, 1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആൽഫബറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൽഫബറ്റിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പവർ ഓഫ് ആൻ ആൽഫബറ്റ്. വി ക്യാൻ എക്സ്പ്രസ് ദി സെറ്റ് ഓഫ് ഓൾ ദി സ്ട്രിങ്സ്. എല്ലാ സ്ട്രിങ്ങിനും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എങ്ങനെ? സെർട്ടൻ ലെങ്ത്, ഒരു പ്രത്യേക ലെങ്ത് വെച്ചിട്ട് ദാറ്റ് ആൽഫബറ്റ് ബൈ യൂസിങ് ആൻ എക്സ്പോണന്റ് നൊട്ടേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൽഫബറ്റുകളൊക്കെ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ്പോണന്റ് റേസ് ടു എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നൊട്ടേഷൻ കൊടുക്കാം. അതിന് പറയുന്ന പേരാണ് എന്ത്? പവർ ഓഫ് ആൻ ആൽഫബറ്റ്. അതായത് ഏതെങ്കിലും റേസ് ടു, എ റേസ് ടു എൻ, ബി റേസ് ടു എം, ഇങ്ങനെ എന്തെങ്കിലും ഒരു റേസ് ടു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആൽഫബറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൽഫബറ്റ് എന്താണെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ആൽഫബറ്റാണ്. ദെൻ സിഗ്മ ഈക്വൽ ടു എ ബി സി എക്സെട്ര സെഡ്, ഇതൊരു ആൽഫബറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൽഫബറ്റിങ്ങിന് ഒരു പ്രത്യേക റേസ് ടു അല്ലെങ്കിൽ എക്സ്പോണൻ്റൽ ഫോമിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? പവർ ഓഫ് ആൻ ആൽഫബറ്റ്. ഓക്കെ, ഡെഫിനിഷൻ മനസ്സിലാക്കുക. വി ക്യാൻ എക്സ്പ്രസ് എ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് സർട്ടൻ ലെങ്ത് ഫ്രം ദാറ്റ് ആൽഫബറ്റ് ബൈ യൂസിങ് ആൻഡ് ഈ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കുക. സിഗ്മ റേസ് ടു കെ. സിഗ്മ റേസ് ടു കെ. ഹിയർ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ആണ്. ഹിയർ കെ ഈക്വൽ ടു ലെങ്ത്. എന്താണ് ഇതിൻ്റെ ലെങ്ത് എന്നുള്ളത്? സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്താണ് എന്നുള്ളതാണ് കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രിങ് ലെങ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയി. അറിയാത്തവർ നോക്കുക. ഇപ്പോൾ 1 2 3 1 2 3 ABC ഇങ്ങനെ കൊടുത്തതിൻ്റെ ലെങ്ത് എത്രയാണ്? 6 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുക. 1 2 3 4 5 6 നമ്പർ ഓഫ് സിമ്പിൾസ് ആണ് എന്ത് പറയുന്നത്? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് സിമ്പിൾസ്. അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് സിമ്പിൾസിൻ്റെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പിനേഷനായിട്ട് റേസ് ടു ആക്കി എഴുതാം. അതിന് പറയുന്ന പേരാണ് പവർ ഓഫ് ആൻ ആൽഫബറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ ഓക്കെ, എക്സാമ്പിൾ എന്താണ്? സിഗ്മ റേസ് ടു 0. സിഗ്മ റേസ് ടു 0 എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയി. അതറിയാത്തവർ ആ വീഡിയോ കാണുക. സിഗ്മ റേസ് ടു 0 ഈക്വൽ ടു എന്ത് ചെയ്യാം? എപ്സിലോൺ എന്ന് കൊടുത്തു. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഓൺലി സ്ട്രിങ് ഹൂസ് ലെങ്ത് ഈസ് 0. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 0 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? എപ്സിലോൺ സെറ്റ് എന്ന് പറയും. എപ്സിലോൺ സെറ്റ് അതായത് നൾ സെറ്റ്, അതിൽ ഒന്നും ഇല്ല, ബ്ലാങ്ക് എന്ന് കാണിക്കാനാണ് ഈ എപ്സിലോൺ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ റേസ് ടു 0 ഈക്വൽ ടു എപ്സിലോൺ എന്ന് കാണിച്ചാൽ എന്താണ്? അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്. സിഗ്മ റേസ് ടു 0 അതായത് എന്താണ്? എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പോണൻറ്റിൽ ഫസ്റ്റ് വാല്യൂ നമുക്ക് എന്താണ്? 0 ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പോകുന്നത് ഇഫ് സിഗ്മ ഈക്വൽ ടു 0 1 0 1 എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് എടുത്താൽ അതിലെന്ത് നമുക്ക് നോക്കാം? അതിൻ്റെ പവർ എന്താണെന്നുള്ളത് നോക്കാം. പവർ. ഓക്കെ, പവർ ഓഫ് ആൻ ആൽഫബറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എക്സാമ്പിൾ എന്ത് ചെയ്തു? ഇഫ് 0 1 എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് എടുക്കുകയാണ്. ഇതെന്താണ്? സിഗ്മ. ആ ആൽഫബറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പവർ കോമ്പിനേഷൻസ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ റേസ് ടു 1 എന്നുള്ളത്, സിഗ്മ റേസ് ടു 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിമ്പിൾസിൻ്റെ ലെങ്ത് 1 ആയത്. സിമ്പിൾസ് എന്താണ്? ഇതിൽ ഉപയോഗിക്കുന്ന സിമ്പിളുകളുടെ ലെങ്ത് 1 ആയത്, ആൽഫബറ്റിൻ്റെ ലെങ്ത് 1 ആയത്. അപ്പോൾ എന്തൊക്കെ വരും? 0 1. 0 എന്താണ്? ഇവിടെ 1 ഇവിടെയും 1. ഒറ്റ ഒരു എലമെൻറ്റേ ഉള്ളൂ, ഒറ്റ ഒരു സിമ്പിൾ തന്നെ ഈ രണ്ട് സൈഡിലുമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് എന്ത്? സിഗ്മ റേസ് ടു 1 എന്നുള്ളത്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒന്നുകൂടി വിശദീകരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ സിഗ്മ റേസ് ടു 2, സിഗ്മ റേസ് ടു 2 എന്ന് പറയുമ്പോൾ സിഗ്മ റേസ് ടു 0 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്?
എപ്സിലോൺ ആണ്, നള്ളാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ദെൻ സിഗ്മ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ഒരേ ഒരു എലമെൻറ്റ്, കോമയ്ക്ക് ഇടയിൽ ഒരേ ഒരു എലമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? സിഗ്മ റേസ് ടു 1 എന്ന് പറയും. നമ്മുടെ എക്സാമ്പിൾ എന്താണ്? 0യും 1 ആണ്. അതിലിപ്പോൾ എന്ത് വരും? 0യും 1 തന്നെ ആയിരിക്കും അതിൻ്റെ സിഗ്മ റേസ് ടു 1 എന്ന് പറയുന്നത്, അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ദെൻ സിഗ്മ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 എലമെൻറ്റ് വീതം കണ്ടല്ലോ, ഇവിടെ 2 എലമെൻറ്റ്, ഇവിടെ 2 എലമെൻറ്റ്, ഇവിടെ 2 എലമെൻറ്റ്. ഇപ്പം എന്ത് സംഭവിക്കും? 0 0 0 1 1 0 1 1 അതിൻ്റെ കംപ്ലീറ്റ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്? അതിനാണ് സിഗ്മ റേസ് ടു 2 എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ സിഗ്മ റേസ് ടു 3 എന്തായിരിക്കും? 3 എലമെൻറ്റ് വീതം വെച്ചിട്ട് അപ്പം എന്ത് ചെയ്യും? 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 1 1 2 3 4 5 6 7 8 എലമെന്റ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ ഇതാണ് എന്ത്? സിഗ്മ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ 3 എലമെൻറ്റ് വീതം എഴുതുന്നതിന് എന്ത് പറയും? സിഗ്മ റേസ് ടു 3 എന്ന് പറയും. ഇനി 4 എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ റേസ് ടു 4 ഈക്വൽ ടു 0 0 0 0 0 0 0 1 0 0 1 0 എക്സെട്ര ലാസ്റ്റ് 1 1 1 1 ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് സിഗ്മ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? സിമ്പിളാണ്. ഇനി ഇതിനെയാണ് നമ്മൾ പവർ സെറ്റാക്കി എഴുതാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സെറ്റ് ഓഫ് ആൾ സ്ട്രിങ്സ് ഓവർ ആൻ ആൽഫബറ്റ് സിഗ്മ ഡിനോട്ടഡ് ബൈ യൂസിങ് സിഗ്മ സ്റ്റാർ. ഇപ്പോൾ നമ്മളിത് ഓരോ കാറ്റഗറി എഴുതിയത്. ഫസ്റ്റ് എന്ത് ചെയ്തു? സിഗ്മ റേസ് ടു 0. രണ്ടാമത് എന്ത് ചെയ്തു? സിഗ്മ റേസ് ടു 1. ദെൻ സിഗ്മ റേസ് ടു 2, സിഗ്മ റേസ് ടു 3, ദെൻ സിഗ്മ റേസ് ടു 4. ഇനി ഇതിൻ്റെ എല്ലാം കൂടി കോമ്പിനേഷൻ അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് നമുക്ക് എന്ത് എഴുതാം? സിഗ്മ സ്റ്റാർ എന്ന് എഴുതാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എത്ര കേട്ടത്? ഫസ്റ്റിൽ 0 കൊടുത്തു, ദെൻ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു, എക്സെട്ര. അതിനെന്തില്ല? എൻഡില്ല, അതിങ്ങനെ പോകും. അതിനും അപ്പോൾ നമ്മൾ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ് സ്റ്റാർ. ഓക്കെ, സിഗ്മ സ്റ്റാർ. അതിന് പറയുന്ന പേരാണ് എന്ത്? ക്ലീൻ സ്റ്റാർ എന്ന് പറയും. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്ലീൻ സ്റ്റാർ? അല്ലെങ്കിൽ ക്ലീൻ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ എന്താണ് ക്ലീൻ സ്റ്റാർ എന്നുള്ളത് മനസ്സിലാക്കുക. സിഗ്മ സ്റ്റാർ എന്ന് പറയുന്ന പേരാണ് ക്ലീൻ സ്റ്റാർ എന്നുള്ളത്. എന്താണ് സിഗ്മ സ്റ്റാർ? ഇറ്റ് ഈസ് ദി പവർ ഓഫ് ആൻ ആൽഫബറ്റ്. ഒരു ആൽഫബറ്റിൻ്റെ പവറാണ്. അത് എങ്ങനെയാണ്? അത് എക്സ്പോണൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സ്പോണൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്ത്? ഈ സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ എല്ലാറ്റിൻ്റെ കോമ്പിനേഷനാണ്. അതായത് അതൊക്കെ സിഗ്മ റേസ് ടു 0, സിഗ്മ റേസ് ടു 1 2 3 4. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്താൽ ഈ സിഗ്മ സ്റ്റാറിന് എങ്ങനെ ചെയ്താൽ? സിഗ്മ സ്റ്റാർ ഈക്വൽ ടു 0, 1 0, 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫബറ്റ്. ഇതാണ് 0, 1. അതിനെന്ത് ചെയ്യാം? ഓൾ സ്റ്റാർ മുകളിൽ എന്ത് ചെയ്യാം? സ്റ്റാർ കൊടുക്കുക. ഈക്വൽ ടു അതിലെന്തൊക്കെ ഉണ്ടാവും? ഈ എല്ലാ കോമ്പിനേഷനും, അതായത് ഇതിലെന്താ ഉള്ളത്, ഇതിലെന്താ ഉള്ളത്, ഇതിലെന്താ ഉള്ളത്, ഇതിലെന്താ ഉള്ളത്, ഇതിലെന്താ ഉള്ളത്, അതിൽ കൂടി കമ്പൈൻ ചെയ്താൽ എന്തായി? സിഗ്മ റേസ് ടു സിഗ്മ സ്റ്റാർ ആയി. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ ഇതിലെന്തൊക്കെ എന്തുണ്ടാവും? ഫസ്റ്റിലെ വാല്യൂ എപ്സിലോൺ. എപ്സിലോൺ എവിടെ വന്നത്? സിഗ്മ റേസ് ടു 0 എന്നാണ് എപ്സിലോൺ വന്നത്. അപ്പോൾ അത് ഫസ്റ്റ് എലമെൻ്റ് എഴുതി. ദെൻ നെക്സ്റ്റ് എലമെൻ്റ് ഏതാ? എപ്സിലോൺ റേസ് ടു സിഗ്മ റേസ് ടു 1. അതെന്താണ്? 0യും 1ഉം. ആ 0യും 1 ആണിത്. ഓക്കെ, ഫസ്റ്റിലെ എപ്സിലോൺ, ഈ വന്ന എപ്സിലോൺ. ദെൻ 0 1 സിഗ്മ റേസ് ടു 1ൻ്റെ. നെക്സ്റ്റ് സിഗ്മ റേസ് ടു 2ൻ്റെ എന്താണ്? 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? സിഗ്മ റേസ് ടു 3ൻ്റെ. അതാണ് എന്ത്? 0 0 0 0 0 1 എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, എക്സെട്ര അങ്ങനെ പോകും. അതിന് പറയുന്ന പേരാണെന്ത്? സിഗ്മ സ്റ്റാർ. സിഗ്മ സ്റ്റാർ എന്താ മനസ്സിലാക്കുക? ഇതിൻ്റെ എല്ലാം കൂടിയുള്ള കോമ്പിനേഷനാണ് സിഗ്മ സ്റ്റാർ. ഓക്കെ, ഇനിയാണ് നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് അതിനെ കംപ്രസ് ചെയ്ത് ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതാമെന്ന് നോക്കാം. ദാറ്റ് ഈസ് സിഗ്മ സ്റ്റാർ ഈക്വൽ ടു എന്ത് ചെയ്താം? സിഗ്മ റേസ് ടു 0 യൂണിയൻ. യൂണിയൻ എന്താണ്? നമ്മൾ സെറ്റിൽ പഠിച്ചാണ് കമ്പൈൻ ചെയ്യാനാണ് യൂണിയൻ ഉപയോഗിക്കുന്നത്. സിഗ്മ റേസ് ടു 0 യൂണിയൻ സിഗ്മ റേസ് ടു 1. സിഗ്മ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞതാണ് സിഗ്മ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എപ്സിലോൺ. ദെൻ സിഗ്മ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 0യും 1നാണ് എന്ത്? സിഗ്മ റേസ് ടു 1 എന്ന് പറയുന്നത് യൂണിയൻ. സിഗ്മ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ റേസ് ടു 2 ആണ് ഈ കാണുന്നത്. ദെൻ യൂണിയൻ. സിഗ്മ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബാക്കി വരുന്നത് ഇതാണ് സിഗ്മ റേസ് ടു 3 എക്സെട്ര. അത് കഴിഞ്ഞിട്ടില്ല, അത് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് എക്സെട്ര, ഇതിന് പറയുന്ന പേരാണെന്ത്? സിഗ്മ സ്റ്റാർ. ഏതൊക്കെയാണ്? സിഗ്മ റേസ് ടു 0 യൂണിയൻ, സിഗ്മ റേസ് ടു 1 യൂണിയൻ, സിഗ്മ റേസ് ടു 2 യൂണിയൻ, സിഗ്മ റേസ് ടു 4 യൂണിയൻ എക്സെട്ര എന്ന് പറഞ്ഞ് പോകും. അതിന് പറയുന്ന പേരാണ് സിഗ്മ സ്റ്റാർ. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സംടൈംസ് എക്സ്ക്ലൂഡ് എംപ്റ്റി സെറ്റ്. ചില സമയം എന്ത് ചെയ്യും?
ഈ എം ടി സെറ്റിന് എം ടി സെറ്റ് പറഞ്ഞാൽ എന്താ സിഗ്മ റേസ് ടു 0 സിഗ്മ റേസ് ടു 0 പറഞ്ഞാൽ എന്താണ് എം ടി സെറ്റ് എപ്സിലോൺ എപ്സിലോൺ എന്ന് പറയുന്ന പേരാണ് എം ടി സെറ്റ് എപ്സിലോൺ എന്ന് പറയുന്ന പേര് എം ടി സെറ്റ്. അപ്പോൾ ആ എം ടി സെറ്റിന് എന്ത് ചെയ്യും ചില സമയം ഒഴിവാക്കുമ്പോൾ എന്തുണ്ടാവുള്ളൂ സിഗ്മ റേസ് ടു 1 യൂണിയൻ സിഗ്മ റേസ് ടു 2 യൂണിയൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതുണ്ടാവില്ല. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇതിന് പറയുന്ന പേരെന്താണ് ക്ലീൻ സ്റ്റാർ എന്ന് പറയും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ സിഗ്മ സ്റ്റാർ പറഞ്ഞു. സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് സിഗ്മ റേസ് ടു 0 യൂണിയൻ സിഗ്മ റേസ് ടു 1 യൂണിയൻ സിഗ്മ റേസ് ടു 2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നത് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത് സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞാൽ. ചില കേസുകളിൽ നമ്മൾ പറഞ്ഞു ചില കേസുകളിൽ ഈ സിഗ്മ റേസ് ടു 0 ഒഴിവാക്കുക എന്ന് പറഞ്ഞു. ഒഴിവാക്കിയാൽ നമുക്ക് അതിനെങ്ങനെ ഷോർട്ടാക്കി എഴുതാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ശ്രദ്ധിക്കാം. അതിന് പറയുന്ന പേരാണ് ക്ലീൻ പ്ലസ് എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ പറയുന്നത് ക്ലീൻ സ്റ്റാർ ആണ്, ഇവിടെ എന്ത് പറയും ക്ലീൻ പ്ലസ് എന്ന് പറയും. ക്ലീൻ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടാവില്ല സിഗ്മ റേസ് ടു 0 അതായത് എം ടി സ്ട്രിങ് ഉണ്ടാവില്ല. എം ടി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്സിലോൺ ഉണ്ടാവില്ല. എപ്സിലോൺ ഇല്ലാത്ത സെറ്റിന് എന്ത് പറയുന്നത് സിഗ്മ പ്ലസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിഗ്മ പ്ലസിന് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഈ സാധനം ഒഴിവാക്കിയാൽ ഈ സിഗ്മ റേസ് ടു 0 ഒഴിവാക്കി എന്തുണ്ടാവും സിഗ്മ റേസ് ടു 1 2 3 എക്സെട്ര. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത് സിഗ്മ റേസ് ടു 1 യൂണിയൻ 2 യൂണിയൻ 3 യൂണിയൻ എക്സെട്ര. അതാണ് ഈ സിഗ്മ പ്ലസ് എന്ന് പറഞ്ഞാൽ. സിഗ്മ പ്ലസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഒന്നുമില്ല എന്താണ് എപ്സിലോൺ ഇല്ലാത്ത എലമെന്റുകൾ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് സിഗ്മ റേസ് ടു 0 സിഗ്മ റേസ് ടു 0 ആണ് എന്ത് എപ്സിലോൺ. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് സിഗ്മ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് എം ടി സെറ്റ് ആണ്. എപ്സിലോൺ ആണ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഒഴിവാക്കി ബാക്കി എന്തുണ്ടാവും ഈ ഒരു സെക്ഷൻ ഉണ്ടാവും എപ്സിലോൺ സിഗ്മ റേസ് ടു 1 സിഗ്മ റേസ് ടു 2 അതിൻ്റെ ഫുൾ യൂണിയൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിന് പറയുന്ന പേരാണ് എന്ത് സിഗ്മ പ്ലസ് എന്നത്. സിഗ്മ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിത്തൗട്ട് എപ്സിലോൺ എന്താണ് പവർ സെറ്റിൽ വിത്തൗട്ട് എപ്സിലോൺ ആണ്. ഇതിന് പറയുന്ന പേരാണ് സിഗ്മ പ്ലസ്. ഓക്കെ, ദെൻ സിഗ്മ സ്റ്റാർ. സിഗ്മ സ്റ്റാർ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എപ്സിലോൺ ഒരു എപ്സിലോൺ ഞാൻ മാത്രം എടുത്തു യൂണിയൻ പിന്നെ എന്ത് ചെയ്താൽ സിഗ്മ പ്ലസ് എഴുതാം. അത് മനസ്സിലായല്ലോ. സിഗ്മ പ്ലസ് പറഞ്ഞാൽ എന്താണ് നമ്മൾ മെയിൻ ഇക്വേഷൻ ഇവിടെ താഴെ സിഗ്മ സ്റ്റാർ നമ്മൾ നേരത്തെ പഠിച്ചാണ്. സിഗ്മ സ്റ്റാർ ഈക്വൽ ടു എന്താണ് സിഗ്മ സ്റ്റാർ ഈക്വൽ ടു എന്താണ് സിഗ്മ 0 യൂണിയൻ സിഗ്മ 1 യൂണിയൻ സിഗ്മ 2 യൂണിയൻ സിഗ്മ 3 എക്സെട്ര ഇങ്ങനെ പോകും. ഇതിനാണ് സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ സിഗ്മ സ്റ്റാറിനെ ഷോർട്ടാക്കിയതാണ്. ഈ ഒരു എലമെന്റ് ഇല്ലാത്തതിനെയാണ് എന്ത് പറയുന്നത് സിഗ്മ പ്ലസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത് സിഗ്മ പ്ലസ് ഈക്വൽ ടു സിഗ്മ റേസ് ടു 1 യൂണിയൻ സിഗ്മ റേസ് ടു 2 യൂണിയൻ സിഗ്മ റേസ് ടു 3 എന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇതില്ലാത്താണ് ഞാൻ ഇത് എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിന് ഇൻക്ലൂസീവായിട്ട് എന്ത് ചെയ്തു സിഗ്മ സ്റ്റാർ അതായത് ഈ സെയിം സാധനം തന്നെ എഴുതിയിട്ടുള്ളത് സിഗ്മ സ്റ്റാർ എന്ത് ചെയ്താ സിഗ്മ സ്റ്റാർ ഈക്വൽ ടു എപ്സിലോൺ. എപ്സിലോൺ ആണ് ഈ സിഗ്മ 0 പറഞ്ഞാൽ യൂണിയൻ. ഇനി ഈ സംഭവം എന്താണ് ഇതാണ് ഈ പറഞ്ഞ സിഗ്മ പ്ലസ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം സിഗ്മ യൂണിയൻ സിഗ്മ പ്ലസ് എന്ന് എഴുതാം ഇതിനെ സിഗ്മ സ്റ്റാറിന്. അപ്പം എക്സാമിന് 1 വേർഡ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഞാൻ തരും സിഗ്മ സ്റ്റാർ ഈക്വൽ ടു ഡാഷ് യൂണിയൻ സിഗ്മ പ്ലസ് എന്ന് പറഞ്ഞു തരും. അപ്പോൾ എന്താണ് എപ്സിലോൺ ആണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. എപ്സിലോൺ എഴുതാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം സിഗ്മ റേസ് ടു 0 എന്ന് എഴുതാം. സിഗ്മ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് എപ്സിലോൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഒരു പവർ ആൽഫബറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.